യഥാർത്ഥത്തിൽ ഇവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിലാണ്. എന്തുകൊണ്ട്? ഇപ്പം നേരത്തെയും ആശക്കാർ ഈ കഴിഞ്ഞൊരു 3 മാസക്കാലം മുമ്പ് വലിയ നിലക്കുള്ളൊരു സമരം ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. ഈ ആശ എന്ന് പറയുന്ന പരിപാടി നമുക്കെല്ലാം അറിയുന്ന പോലെ NRHM എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെൻറ്റാണ്, നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് സംബന്ധിച്ച നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്, ഉത്തരവുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ 1860 ചോദ്യത്തിന് കഴിഞ്ഞ ആഗസ്റ്റ് 2 2024 കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഉത്തരം ഈ ആശകളെ സംബന്ധിച്ച് ആശാസ് വിൽ റിസീവ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ഫോർ പ്രൊമോട്ടിംഗ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ, റെഫറൽ ആൻഡ് എസ്കോർട്ട് സർവീസസ് ഫോർ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സ്. അതുപോലെ തന്നെ അവർ കിട്ടുന്ന എമൗണ്ട് സംബന്ധിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്. ആശാസ് ആർ എൻവിസേജ് ടു ബി കമ്മ്യൂണിറ്റി ഹെൽത്ത് വളണ്ടിയേഴ്സ് എൻഡേറ്റഡ് ടു ടാസ്ക് ഓർ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസെൻറ്റീവ്. Ashas receive a fixed monthly remuneration of ₹2,000 per month for routine and recovery activities. ഇത് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ₹2000 ആശക്കാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആശക്കാർക്ക് ഒരു പൈസയും ആദ്യം ഉണ്ടായിരുന്നില്ല. ആശക്കാർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പൈസ കൊടുക്കുന്ന എപ്പോഴാണ്? ഉത്സവ ഭത്ത എന്നുള്ളതിലേക്ക് ആദ്യമായി പണം കൊടുക്കുന്നത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റാണ്. ₹500 അവർക്ക് കൊടുത്തു വന്നിരുന്ന വേതനം. ഇവിടെ ഏറ്റവും ഒടുവിൽ 2016 LDFിൻ്റെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ കേരളത്തിലെ ആശക്കാർക്ക് കിട്ടി വന്നിരുന്ന പ്രതിഫലം കേവലം ₹1000. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു വലിയ സമരം ആശക്കാർ നടത്തി. ആ ഗവൺമെൻറ് അന്ന് ഒത്തുതീർപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ₹5000 ആശക്കാരുടെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പൈസയെങ്കിലും, ഉറുപ്പിക പോകട്ടെ, ഒരു പൈസയെങ്കിലും 5 കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആശക്കാർക്ക് റെമ്യൂണറേഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? വർദ്ധിപ്പിച്ചിട്ടില്ല. ₹1000 ഉണ്ടായിരുന്ന ഇവരുടെ ഈ പ്രതിഫലം 7000 വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ഏറ്റവും ഒടുവിലത്തെ വർധന ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. പിന്നെ 7000 കിട്ടുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ₹7000 സംസ്ഥാനത്തിൻ്റെ റെമ്യൂണറേഷൻ, ₹3000 കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഉണ്ട്. അതിനു പുറമെ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന NRHMൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, ഇപ്പോൾ കുട്ടികളുടെ പോഷകം ശക്തിപ്പെടുത്തൽ, ഗർഭിണികളായിട്ട് സ്ത്രീകളുടെ സംരക്ഷണം, അതുപോലെ അയൺ കണ്ടന്റ് പഠിത്തമില്ലാത്ത കുട്ടികൾക്കുള്ള അയൺ കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് ഒരു യൂണിറ്റ് ഇത്ര എന്നുള്ളതിലേക്കുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായി വാങ്ങുന്ന ഒരു ആശാ വർക്കർക്ക് ₹13,200 വരെ ഇന്ന് കിട്ടുന്നതിന് യാതൊരു പ്രയാസമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യം, ₹17,000 വരെ വാങ്ങുന്ന ആശ ഈ കേരളത്തിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കിട്ടില്ല.